എന്റെ സിനിമ ഞാൻ വീട്ടിലിടാറില്ല. ഞാൻ അഭിനയിച്ച സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അറിഞ്ഞൂടാ എനിക്ക്. ദിവ്യ ചിലപ്പോൾ ഇരുന്ന് കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാനായിട്ടിരുന്ന് ഞാനെങ്ങനെ എന്റെ സിനിമ കണ്ടിട്ട് വീട്ടിൽ. അവരെ കൊണ്ട് തിയേറ്ററിൽ പോയി കണ്ട ഏതെങ്കിലും സിനിമയുണ്ടോ? ഹൃദയം ആ പ്രോസസ്സ് ഫുൾ അവര് ഉണ്ടായിരുന്നു. പലതവണ റിലീസ് ആവുന്നതിന് മുമ്പേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പടം വീട്ടിലിങ്ങനെ വീണ്ടും വീണ്ടും വിടുമ്പോൾ കുട്ടികളിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് പ്രണവാണ്. അവർക്ക് വേറെ ആരെയും അങ്ങനെ വലിയ പിടുത്തമില്ല. ഒരു തവണ ലാലങ്കിളിനെ കണ്ടപ്പോൾ ദിസ് ഈസ് അപ്പു അങ്കിൾസ് ഫാദർ ചോദിച്ചു. ലാലങ്കിളിനെ അറിയുന്നത് അപ്പു അങ്കിളിന്റെ അച്ഛനായിട്ടാണ്. അങ്ങനെയാണ്. ലാലങ്കിളുടെ സിനിമയൊന്നും കാണിച്ചില്ലേ? കാണിക്കണം. പിള്ളേർ ഇച്ചിരിയും കൂടെ എനിക്ക് കാണിക്കാം. പിന്നെ അതെ അതെ, അവരുടെ ഒരു എക്സൈറ്റ്മെന്റ്, ചാട്ടം ബഹളവും ഒക്കെ കാണായിരുന്നു. നിങ്ങളുടെ ഒക്കെ ഡബിൾ എക്സ് എനർജിയാന്ന് തോന്നുന്നല്ലേ? നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ TV കണ്ടമാനം കാണിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മുടെ സിനിമ ആക്ച്വലി മലയാളം പഠിക്കാനൊക്കെ അത് ആക്ച്വലി നല്ലതാണ്. മലയാളം സിനിമകൾ കുറച്ച് കാണിക്കണം. നന്നായിട്ട് അറിയാവുന്നത് മലയാളം അല്ല തമിഴാണോ? ഇംഗ്ലീഷാണ് കൂടുതലും പറയുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ അതിങ്ങനെ ഇളയാള് നന്നായിട്ട് ഇപ്പോ മലയാളം, അവളാണ് ആദ്യം പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോ വിഹാന്റെ അടുത്ത് കൂടുതലും മലയാളത്തിൽ തന്നെ സംസാരിക്കും. അവന് മനസ്സിലാവും. അവൻ ഇങ്ങോട്ട് ഇംഗ്ലീഷിലാണ് പറയുന്നത്. അതേ മലയാളത്തിലേക്ക് ആക്കി എടുക്കണം. നമ്മൾ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ച കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് മറ്റേ മീര ജാസ്മിൻ നവ്യ നായരുടെ കഥയൊക്കെ പറഞ്ഞിരുന്നത്. അതിനെ കുറിച്ചൊന്നും അല്ല. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ശ്രീനിവാസൻ കുടുംബം മക്കൾക്ക് രണ്ടുപേർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കാറുള്ള അച്ഛനോ അമ്മയാണെന്ന്. ഇനി നിങ്ങളൊക്കെ അച്ഛനോ അമ്മയോ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ് മക്കളോടുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാ കൊടുക്കുന്നത്? മക്കളെ വളർത്തുന്ന ഭയങ്കര ഡിസിപ്ലിൻഡ് ഫാദർ ആണോ, സ്ട്രിക്റ്റ് ഫാദർ ആണോ, എന്താണ്? അങ്ങനെയൊന്നുമല്ല. അവരവരുടെ ഇഷ്ടത്തിന് വളർന്നോട്ടെ. നമ്മൾ ഗൈഡ് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം നമ്മൾ എന്തെങ്കിലും ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഗൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ അത് ഞാൻ എന്റെ ജീവിതത്തിൽ തെളിച്ചോളാം, പ്രാവർത്തികമാക്കി കാണിച്ചു തരാം. ഇല്ല, വലിയ റെസ്ട്രിക്ഷൻ ഒന്നും അങ്ങനെ ഇല്ലാണ്ട് വളരണമെന്നുണ്ട് അവര്. ഒരു ലാസ്റ്റ് റൗണ്ട് കൂടെ, ലാസ്റ്റ് ഓക്കെ, തീരുന്നില്ലല്ലോ എന്നല്ലേ അതും കൂടെ ഉള്ളൂ, ഇതും കൂടെ ഉള്ളൂ, തീർന്ന്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ആയതുകൊണ്ട്, അഡ്വക്കേറ്റുമാരുടെയും അങ്ങനെയൊക്കെയുള്ള കഥ ആയതുകൊണ്ട് ഞാൻ ചില മലയാള സിനിമയിലെ പ്രശസ്തരായ ചില അഡ്വക്കേറ്റ് കഥാപാത്രങ്ങളുടെ പേര് പറയാം. അത് സിനിമ ഏത്, അതിനകത്ത് അഭിനയിച്ച ആളേത്, ഇത് പറയണേ. അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. അതിന്റെ ക്ലൂ വേണോ? ഹലോ, ദൂരദർശൻ കേന്ദ്രമല്ലേ? ദശരഥം അല്ല, അധിപൻ. ലാലേട്ടൻ. ഇനി പണിഷ്മെന്റ് കൊടുത്താൽ വല്ലവരും എന്നെ പിടിച്ച് അടിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും തരുന്നില്ല. ലാൽ കൃഷ്ണ വിരാടിയാർ. ലാൽ കൃഷ്ണ വിരാടിയാറോ?